ആ ഭിത്തിയെ ഉടുപ്പാലെല്ലാം പെയിന്റ് ഇതാവും. ഒരു കവർ എടുത്തോണ്ട് അതെടുക്കാം. അത് പാല് പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ന് പ്രിയങ്ങളെ, ഭയങ്കര മഴയായിരുന്നു. ഞാൻ രാവിലെ മുത്തന്നെ കൊണ്ടുവിടുമായിരുന്നേ. മോനുകുട്ടന് ഇന്നും നാളെ നമ്മുടെ ഇവിടെ പ്രാദേശിക അവധിയുണ്ട്, മകരവിളക്കിൻ്റെ അവധിയുണ്ട്. അപ്പോൾ ഇന്ന് നാളെ സ്കൂളില്ല. അപ്പോൾ ട്യൂഷൻ രാവിലെ ആയിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പേ കൊണ്ടുവിടാം, തിരിച്ച് വിളിച്ചോണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുത്തനെ കൊണ്ടുവിട്ടിട്ട് വണ്ടിയും കൊടുത്തെങ്കിൽ വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്നെ മുത്ത് രാവിലെ കൊണ്ടുവിട്ടു. എന്നിട്ട് വണ്ടിയും കൂടെ തിരിച്ചു വന്ന് പിന്നെ മോനിക്കുട്ടനെയൊക്കെ വിളിച്ചു. വൈകിട്ട് എന്നെ വിളിക്കാൻ വരാൻ ഇറങ്ങിയപ്പോഴാണ് ഭയങ്കര മഴ. ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് കോളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ നല്ലൊരു പെയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ടൗണിൽ പെയ്തത്. അങ്ങനെ വരാൻ താമസിച്ചു. 6 മണിയൊക്കെ ആയി മുത്തന്നെ വിളിക്കാൻ വന്നപ്പം. അങ്ങനെ ഞങ്ങളിപ്പം എന്നിട്ട് ഞാനും മുത്തും കൂടെ വരുന്ന വഴിക്ക് കുറച്ച് മീൻ മേടിച്ചു. ബ്ലേഡ് മീൻ, പിന്നെ കേര. ഇത് രണ്ടും വാങ്ങിച്ചു. കേര ഞാൻ വിളിച്ച് പറഞ്ഞിരുന്ന് എടുത്ത് വെച്ചിരുന്നതാണ്. വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ബ്ലേഡ് ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് 1/2 കിലോ മേടിച്ചു. 5 എണ്ണം കണ്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വറക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ചോറില്ലായിരുന്നു, ചോറ് വന്നിട്ട് വെക്കണമായിരുന്നു. അപ്പോൾ അമ്മ ചോറ് തന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ചോറ് വെക്കണ്ട, മീൻ വറക്കണം. മറ്റൊരു കറി വെച്ചായിരുന്നെങ്കിൽ രാവിലെ നാളെ അമ്മ ഇലയപ്പം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം പേരക്കയും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എലിക്കുഞ്ഞ് അലയ്ക്കുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് പേരക്ക മേടിച്ചു. മോനുകുട്ടൻ കുളിച്ചില്ലായിരുന്നു, കുളിക്കുന്നു. ഇനി എനിക്കൊന്ന് കുളിക്കണം. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജീവിതത്തെ പുതച്ചിട്ടില്ല. ഭയങ്കര കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് പോലെ. ഞാൻ അതിട്ട് മൂടി പുതച്ച്. മുത്ത എനിക്ക് ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരു കമ്പിളിയുടെ ഒരു സ്കാർഫ് കൊണ്ടു തന്നു. അതും ചുറ്റി കെട്ടി. ഫാനും ഇല്ല. അതാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് ഇന്നലെ. സാധാരണ ഫാനില്ലെന്നുണ്ടെങ്കിൽ മോനുകുട്ടൻ ഉണരുന്നതാണ്. ഇന്നലെ മോനുകുട്ടനും ഉണർന്നില്ല. നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ മഴയും കൂടെ പെയ്തുകൊണ്ട് ഒന്നും പറയണ്ട. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം, ഒരുപാടെന്ന് പറഞ്ഞാൽ തീരാത്തത്രയും സ്നേഹമുണ്ട് എല്ലാവരോടും. എന്നോട് സ്നേഹത്തോടെ നല്ല വാക്കുകൾ പറഞ്ഞ് കൂടെ നിൽക്കുന്നതിന്. പിന്നെ കുറേ പേര് ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും പല കാര്യങ്ങളും കമൻറ്റിലൂടെ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രിയങ്ങളെ. ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആയുസ് ഏകദേശം പകുതി കൂടുതലും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാലവും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സത്യം പറഞ്ഞു. അന്നത്തെ വീഡിയോയിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞായിരുന്നു, ഒരു കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ടെന്ന്. അതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ, എനിക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു റിസ്ക്കായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ അതിന് ഞാനായിട്ട് ഇനിയും എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്. എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിലോ ഒന്നിൻ്റെ പേരിലും ഒരു കാര്യങ്ങളും പറയരുതെന്ന് ഞാൻ അതുകൊണ്ടാണ് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. പറയാതെ ഒഴിഞ്ഞു മാറിയിട്ടും എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊന്നും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതാണ് മെയിൻ പ്രശ്നം. അത് എൻ്റെ പ്രിയങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ കഴിവതും എന്നോടൊപ്പം നിൽക്കുക, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞാനില്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത്. അവരുടെ ജീവിതം ഇരുട്ടിലായിപ്പോവും. അതുകൊണ്ട് അവരുടെ ജീവിതം ഇരുട്ടിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചിരുന്നേ പറ്റത്തുള്ളൂ. എന്തുവാ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ വന്നപ്പോഴും പിടിച്ചു നിന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇനിയാണെങ്കിലും മുന്നോട്ടുള്ള ജീവിക്കുന്നത് പോലും അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് എന്താണെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി.
നെഗറ്റീവ് ഒന്നും വേണ്ട. ഇതിൻ്റെയൊക്കെ ദൂഷ്യങ്ങൾ അനുഭവിക്കേണ്ടതും ഇതിനെയൊക്കെ എനിക്കെതിരെ ആയുധമാക്കാനും കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിനൊന്നും താല്പര്യമില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം സമാധാനത്തോടെ ജീവിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞതിൻ്റെ പിന്നിലും കുറേ കാര്യങ്ങളുണ്ട്. എന്താ പറയുന്നത്, ഒരുപക്ഷെ എന്നെ പരിചയമുള്ളവർ, എൻ്റെ എന്താ പറയുന്നത്, വീട്ടിലും നാട്ടിലും ഒക്കെ ഉള്ളവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവാം എന്താണ് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടി ദൂരങ്ങളിലിരുന്ന് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. വളരെ വലിയൊരു എന്താ പറയുന്നത്, അതിനെപ്പറ്റി എനിക്ക് പറയാനറിയില്ല. അത്രയും ഒരു കഠിനമായ അവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കുളിച്ച് ജപിച്ചൊക്കെ വരാം. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് പ്രിയങ്ങളെ കരണ്ട് പോയി. നമ്മുടെ ബ്ലേഡ് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചതാട്ടോ. എന്നിട്ട് വറക്കാം. കരണ്ട് വരുമായിരിക്കും ഇപ്പം. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടുപേരവിടെ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് കിടപ്പുണ്ട്. തണുക്കുന്നോ മോനുകുട്ട? പുതച്ച് മൂടി കിടക്കും. അവിടെ കെട്ടുമ്പോൾ മനസ്സിലായോ? ഇവിടെ കെട്ടുവാണെങ്കിലേ കയറിങ്ങ് തിരിഞ്ഞു വരും. മനസ്സിലായില്ല? എന്നെ കണ്ടാൽ പേടിക്കും. അതെ, നടുക്ക് എന്തേലും വെച്ചാലേ നടുക്ക് വെക്കാനൊന്നും ഇല്ല. അതിനെപ്പറ്റി പറയാം. കറണ്ട് വന്നു. നമ്മുടെ ഈ ഗ്യാസ് അടുപ്പ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്ലാവ് ഉണ്ട്. അവിടെ നമ്മൾ ഗ്യാസ് അടുപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് പൊടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഒരു കവറിങ് വെക്കാമെന്ന് വിചാരിച്ച് മുത്തിനെ കൊണ്ട് അത് വെപ്പിക്കുമായിരുന്നു. നമുക്ക് മീൻ വറക്കാൻ എടുത്തപ്പോഴാണ് ഇങ്ങനെ കിരികിരാന്ന് വീഴുന്നു. മണ്ണ് മോളിൽ നിന്ന് പൊടി വീഴുന്നു. ഒത്തിരി പൊടിയുണ്ട്. സമയം കുറേ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് 3 എണ്ണം കൂടെ ഒന്നിച്ച് വറക്കാൻ വേണ്ടിയിട്ട് ഇത് വെക്കും കേട്ടോ. വേറെ കറികൾ തൈര് മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. മോരുകറി വെച്ചില്ല. മോരുകറി വെക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ഇന്നലെ അമ്മ തന്ന മീൻകറി, അതായത് തേങ്ങ അരച്ച് കറി വെച്ചത്, അതിമണിയുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, മീനും വറക്കുന്നു. ഇപ്പം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. പിന്നെ നാളെ നമുക്ക് മോരുകറിയൊക്കെ വെക്കാം. 4 എണ്ണമായിരുന്നു കേട്ടോ, 1/2 കിലോ ബ്ലേഡ്. ഒരു മീനുണ്ട് അധികം, അത് നമുക്ക് ഇതിനകത്ത് എടുത്തങ്ങ് വെക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല. പിന്നെ എന്താ പറയുന്നത്, നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് വീഡിയോ എടുക്കാനുള്ള ഒരു തോന്നൽ വരുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്തൊക്കെ ഓരോരുത്തരും വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്താ പറയുന്നത്, ചിലരൊക്കെ എനിക്ക് വീട് തരാമെന്ന് പറഞ്ഞവർ വരെയുണ്ട്. എന്ന് വെച്ചാൽ വാടകയ്ക്ക് വീട് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ വയനാട്ടിൽ അവർക്കൊരു വീട് കിടക്കൊണ്ട് വന്ന് താമസിച്ചോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ പ്രിയപ്പെട്ടവർ പറഞ്ഞു കേട്ടോ. പാത്രം കുറച്ച് കഴുകാനുള്ള ഞാൻ കഴുകിയത്. ഇനിയുണ്ട് സമയം, ഒത്തിരി ആയി. കുറ്റം
കരിഞ്ഞത് തിന്നല്ലേ കരിഞ്ഞ തിന്നല്ലേ എന്ന് പറഞ്ഞു. ചോറ് തണുപ്പ് വേണ്ട, ചുമക്ക് വെക്കണം. ചുമക്കത്തില്ല. നീ വയ്യ, നിങ്ങൾ ചോറ് എടുത്തോണ്ട് പോയി കഴിക്കേ. എന്ത് പറ്റി? നടുവേദന പകുതി പകുതി ഇതോട് പാറ്റേ ഓ തിന്നുന്നത്. ഇവനോട് ഒരു സൈഡിൽ കൂടെ ഒക്കെ പോകുന്നതിന് നിനക്ക് ഒരു എന്തോ പാറ്റ, ഒരു ചെലന്തി, ഒരു പലി ഒന്നും വീടിനകത്ത് ജീവിക്കാൻ പാടില്ല. മോനിക്കുട്ടൻ അതിനെല്ലാം കൊണ്ടുപോകണം. വലിയ കൊല്ലാൻ പറ്റാത്തോണ്ട് അതിനെ വെറുതെ വിടും. ചൂടുവെള്ളം ഉണ്ടോ? ചൂടുവെള്ളം വെള്ളം അങ്ങ് ചൂടാക്കിക്കും. അല്ല ഇത് ചൂടുണ്ടോ? ഇല്ല അതാ ഞാൻ ചോദിച്ചു. എനിക്ക് പലിക്കൊരു പ്രയോജനമാണ്. ഏഴ് വരുന്നുണ്ട് അതിനെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ശരി നല്ല വീട്ടിൽ കേട്ടോ. സേഫ് ആണ് സേഫ്. മീൻകറി വേണ്ട മോനിക്കുട്ടന്? ഞാൻ കൊടുത്തു. ചോറ് വിളമ്പി പ്രിയങ്ങളെ. മീൻ വറുത്തതും മെഴുക്കുവരട്ടി എടുത്തു. തേങ്ങ അരച്ച മീൻകറി. നമുക്ക് മീൻകറിയാ. ഇതാണ് വലിയ ഗ്യാസ്. കഴിക്കട്ടെ പ്രിയങ്ങളെ. ഒട്ടും ഉഷാറില്ല, അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. എല്ലാവരോടും സ്നേഹം കൂടെ ഉണ്ടാവണം, എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിൽ വയ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.